ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അഡ്മിൻ എങ്ങനെ ലോഗ് ചെയ്യാം, ഇപ്പോൾ ടച്ച് അല്ലാത്ത സിസ്റ്റങ്ങൾക്ക് ന്യൂ സെയിൽ എങ്ങനെ അടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ ലോഗിന് പറയണല്ല, നേരെ ഇതിലേക്ക് പോയിട്ട് പോസ്റ്റ് സെയിൽ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പോസ്റ്റ് സെയിൽ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒക്കെ സെയിം ആണ്. അതായത് ന്യൂ സെയിൽ, ഇപ്പോൾ ഈ ന്യൂ സെയിലിൻ്റെ ഇടയിലാണ് പോസ്റ്റ് സെയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്താൽ ടച്ച് അല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. അവർക്ക് ഇതാണ് കംഫർട്ടബിൾ എങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാം. ടച്ച് ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഇത് കൂടുതൽ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയും. ഇത് സെയിം നേരത്തെ പറഞ്ഞ എല്ലാ പ്രൊസീജിയറും അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് ബാർകോഡ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ മാറും. അതായത് ഇതേപോലെ ഇപ്പോൾ നേരത്തെ നിങ്ങളൊരു വ്യൂ കണ്ടു, ഇത് അതിൻ്റെ വ്യൂ മാറും. ഇനി ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് ടച്ച് ചെയ്തിട്ട്, ഇപ്പോൾ ഹോട്ടലൊക്കെ ആണെങ്കിൽ ഇതേപോലെ കാറ്റഗറീസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു കാറ്റഗറി, അങ്ങനെ ഇതിപ്പോൾ ഒറ്റ കാറ്റഗറി ഉള്ളൂ. അതേപോലെ 2-3 കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ അതിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ ഇവിടെ പ്രൊഡക്റ്റ് ആഡ് ആവും. പിന്നെ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ആണെങ്കിൽ പ്രൈസ് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ അത് ഒരു റിയാലാക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെ മാറും. ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇത് പ്ലസ് നിൽക്കി കഴിഞ്ഞാൽ അങ്ങനെ പോകും. അങ്ങനെയല്ല, കുറേ ഉണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 100 എണ്ണം അങ്ങനെയും ചെയ്യാം. ആ രീതിയിലൊക്കെ ചെയ്യാം. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ F9 എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സേവ് ആവും. പിന്നെ പ്രിൻ്റ് വേണമെങ്കിൽ ഒരു എൻ്ററും കൂടി അടിക്കാം. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എസ്കേപ്പ് അടിച്ചാൽ ഇതിലേക്ക് വരും. ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യാണ്. F9 ഓക്കെ. ഇത് F9 എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ ഓക്കെ ആവും. പിന്നെ നേരെ നമ്മൾ പ്രിൻ്ററിലേക്കാണ് പോവുക. പ്രിൻ്റ് വേണമെങ്കിൽ ഒരു എൻ്റർ അടിക്കുക. പ്രിൻ്റ് ടാബിലേക്ക് വരും. ഒരു എൻ്ററും കൂടി അടിച്ചത് സേവ് ആവും. എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കിലെ നമ്മളെ സെയിൽ ടാബിലേക്ക് വരും.